ഹലോ അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോ മസാല ബോണ്ടൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് ചൂടാക്കി അതിൽ ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വല്യുള്ളി, പച്ചമുളക്, ചപ്പ് ഇതെല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് കേട്ടോ. അതെല്ലാം കൂടെ ഒന്നിട്ട് കൊടുക്കാം. ഉള്ളി എപ്പോഴും ചെറുതാവണതാണ് നല്ലത്. വലിയതാവുമ്പോൾ വഴറ്റിയെടുത്താലും തന്നെ നമ്മൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഇതുപോലെ കഴിയുന്ന അത്രയും ഫൈനലി ചോപ്പായിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നന്നാവുക. ഇനി ഈ ഉള്ളി ഒന്ന് വാടി കിട്ടട്ടെ. ആദ്യം ഞാൻ അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് തന്നെ വഴറ്റും കിട്ടുമല്ലോ. ആവശ്യത്തിനുള്ള ചേർത്താൽ മതി. ഞാൻ ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഈ മസാലയ്ക്ക് മൊത്തത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളി വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ചേർത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഉള്ളതാണ്, സെപ്പറേറ്റ് അല്ല. രണ്ടും കൂടെ ആയാലും എങ്ങനെ ആയാലും കുഴപ്പമില്ല. ചതക്കി എടുക്കുന്നതും നല്ലത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ വല്യുള്ളി വഴറ്റി കിട്ടുന്ന സമയം കൊണ്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി കിട്ടിക്കോളും. അതിനാണ് നേരത്തെ തന്നെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, അത് 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കായപ്പൊടിയാണ് കേട്ടോ. ഈ സാമ്പാറിലൊക്കെ ഇടുന്ന കായപ്പൊടി ഉണ്ടല്ലോ, അതൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മസാലയൊക്കെ ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ മസാലയിലേക്ക് വേണമെങ്കിൽ ചിക്കനോ ബീഫൊക്കെ വേവിച്ചിട്ട് പിച്ചിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ആ ചിക്കൻ്റെയും ബീഫിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഞാൻ പക്ഷേ ഇപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കുന്ന പോലെ ഉരുളക്കിഴങ്ങ് മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ. ഞാൻ വലിയ 3 ഉരുളക്കിഴങ്ങ് എടുത്തൊന്ന് പിഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട്. അത് മുഴുവൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ 3 ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മസാല ഉണ്ടാക്കിയെടുക്കാനും ബുദ്ധിമുട്ടായി. കാരണം മസാല ഉണ്ടാക്കിയെടുക്കാനല്ല, അത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് അതിങ്ങനെ ഉടഞ്ഞിട്ട് ബുദ്ധിമുട്ടായി വരും. അപ്പോൾ ഉരുളക്കിഴങ്ങ് അത്യാവശ്യം വേണം, എന്നാലും തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ ഉള്ളിയും മസാലയൊക്കെ എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. പിന്നെ ചെറുതായിട്ടൊന്ന് ചൂടാറിക്കോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കവറിങ് ഉണ്ടല്ലോ, ഈ മസാല മുക്കി പൊരിക്കാനുള്ള മാവ്, അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള കപ്പ് 1/2 കപ്പാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ള് അപ്പക്കാരം ഇട്ട് കൊടുക്കുക. അപ്പക്കാരം എന്ന് പറഞ്ഞാൽ ബേക്കിംഗ് സോഡ, അത് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി സാധാരണ പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മൾ മിക്സാക്കി എടുക്കുന്നത്. ആദ്യം തന്നെ ഒരുപാട് ഒഴിക്കാതെ കുറച്ചായിട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അത്യാവശ്യം തിക്കായിട്ടുള്ള മാവാണ് വേണ്ടത് കേട്ടോ. പറ്റ ലൂസ് ആവാൻ പാടില്ല. നമ്മൾ ആ മസാല ഉരുട്ടിയിട്ട് ഇതിൽ മുക്കിയെടുക്കുമ്പോൾ ഉടഞ്ഞു പോവാതെ കിട്ടണം. അങ്ങനെയുള്ളൊരു തിക്നെസ് വേണം കേട്ടോ. ഈ ദോശ, ഇഡ്ഡലി മാവൊക്കെ ഉണ്ടല്ലോ, ആ പരുവത്തിൽ. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കട്ടെ. അപ്പോൾ മുക്കി പൊരിക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇത്ര തിക്നെസ് വേണം കേട്ടോ, പറ്റ ലൂസ് ആവാൻ പാടില്ല. അപ്പോൾ ഇനി നമുക്ക് കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല. അപ്പോൾ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഞാനൊരു മീഡിയം സൈസ് വലുപ്പമായിട്ടാണ് ഈ ഉരുട്ടിയെടുക്കുന്നത്. വലിയതാക്കിയിട്ടുണ്ടെങ്കിൽ അത്രത്തോളം എണ്ണ വെച്ച് നമ്മൾ പൊരിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് കരുതി ഒരു മീഡിയം സൈസിലാണ് എല്ലാം ബോൾസ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും നമുക്കിതുപോലെ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതിൽ കുറവാണെങ്കിൽ നമ്മൾ ഈ ഉരുട്ടുന്ന സമയത്ത് പൊടിഞ്ഞു പോകും. അപ്പോൾ അത്യാവശ്യത്തിന് ഉരുളക്കിഴങ്ങ് വേണം കേട്ടോ. അപ്പോൾ ഞാനിത് മുഴുവൻ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ. ഇപ്പോൾ 2 ആയിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടി എടുത്തിട്ട് കാണിച്ചാൽ. ഇപ്പോൾ അത് മുഴുവനായിട്ട് ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രം ചൂടാക്കാം. അതുപോലെ അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ഓരോ ബോൾസ് എടുത്തിട്ട് ഈ മാവിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കട്ടോ. ഇനി ഇതുപോലെ ഓരോന്നും നമുക്കിങ്ങനെ മുക്കിയെടുത്ത് ആ ചൂടായ എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്ത് പോരണം. അപ്പോൾ ഞാൻ 1 ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഈ പാത്രത്തിൽ കൊള്ളുന്ന അത്രയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത്രയും നേരം കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടിട്ടുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കട്ടെ. എന്നാലും ഞാൻ ഇനി വേറെ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് തന്നെ കിട്ടുള്ളൂ. അതുപോലെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. ആ ലൈക്ക് കൊടുക്കുന്ന സമയത്ത് താഴെ ഹൈപ്പ് ചെയ്യണമെന്നുള്ളൊരു ഓപ്ഷൻ വരും, ഒന്ന് ഹൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ചാനലിൽ റീച്ച് ആവാൻ വലിയ ഉപകാരമാണ്. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ കൊള്ളുന്ന അത്രയും ബോൾസ് മുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യുക, അത്രേ ഉള്ളൂ. ഒരുപാട് വലിയ ഹൈ ഫ്ലെയിമിലൊന്നും ഇടണ്ട, മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. വലിയ ഫ്ലെയിം ആക്കി കൊടുത്താൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു കൂട്ടാം. ഈ മാവ് വെന്ത് കിട്ടണ്ട, അത്യാവശ്യം തിക്കായിട്ടുള്ള മാവായതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ 2 ഭാഗം ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം. ഞാനുണ്ടാക്കിയിട്ടുള്ള മസാല കൊണ്ടൊക്കെ കയ്യും കാലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ചിലർക്ക് ഒരു കഴിവാണ്, അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ കയ്യും കാലൊന്നും വരാതെ നല്ല രീതിയിൽ കിട്ടുന്നത്. പക്ഷെ ഞാനിടുമ്പോൾ എങ്ങനെയായാലും പഴം പൊരിക്കുകയാണെങ്കിലും ഇതുപോലത്തെ വട ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ അങ്ങനെ കയ്യും കാലൊക്കെ വരും. അതൊക്കെ കാണുന്നവരങ്ങനെ പൊരുത്തപ്പെടുക, ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടാവില്ല. അതൊരു കോംപ്രമൈസ് ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ലാസ്റ്റിലെ ട്രിപ്പാട്ടാ. അപ്പോൾ അതും ഇവിടെ മറിച്ചിട്ട് കൊടുക്കുകയാണ്. നല്ല ചൂടുള്ള മസാല ബോണ്ട ഈ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരു ലൈമും അതുപോലെ അതിൻ്റെ കൂടെ ഒരു മസാല ബോണ്ടൊക്കെ ആയാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ മസാല ബോണ്ട ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഈ റെസിപ്പി വെച്ചൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, ലുക്കിൻ്റെ കാര്യത്തിലേ ഉള്ളൂ കുറച്ച് കുഴപ്പം. അത് സാരമില്ല, അത് തട്ടിയിട്ടാൽ കൂടതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കൊടുക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ റെസിപ്പി വീഡിയോകളോ അതുപോലെ വ്ളോഗോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലിലൊന്ന് പോയി നോക്കിയിട്ട് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.